റെയിൽവേ എക്സാംസ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ, ബി.ടെക്, അതിൻ്റെ മാസ്റ്റർ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് കാത്തിരിക്കുന്ന ഒരു PSCയുടെ നോട്ടിഫിക്കേഷനാണ് KSEBയുടെ സബ് എഞ്ചിനീയർ ആൻഡ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ. ഈ രണ്ട് പോസ്റ്റിലെയും നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് കാലാവധി ഉടനെ തീർന്നതുകൊണ്ടും പിന്നെ ഈ കഴിഞ്ഞ മെയ് 31 KSEBിയിൽ ഒരു മാസ് റിട്ടയർമെൻറ്റ് കഴിഞ്ഞതുകൊണ്ടും PSCയിൽ നിന്നും ഒരു നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പരമാവധി ഈ വരുന്ന ആഗസ്റ്റിലോ സെപ്റ്റംബറിലോ തന്നെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. സോ ഈ രണ്ട് എക്സാം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഓൺലൈൻ കോഴ്സാണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. ഇന്നത്തെ ടോപ്പിക് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പാർട്ട് 1. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. സോ വീഡിയോയിലേക്ക് പോവാം. ആദ്യം കുറച്ച് ബേസിക് തിങ്സുകളാണ്, ബേസിക് പ്രോപ്പർട്ടീസ്, ബേസിക് കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് നമ്മൾ ബേസിക്കിലോട്ടൊന്നും പോകുന്നില്ല, പക്ഷേ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് വൺ, ചാർജ്. ചാർജ് ഈസ് ദ ബേസിക് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി ഓഫ് അറ്റോമിക് പാർട്ടിക്കിൾ ഓർ അറ്റോമിക് പാർട്ടിക്കിൾ. ഇതിൻ്റെ യൂണിറ്റ് ഓർത്ത് വെച്ചേക്കുക, കൂളം. ചാർജിൻ്റെ യൂണിറ്റ് കൂളം. നെക്സ്റ്റ് വൺ, കറണ്ട്. കറണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ത്രൂ എനി സെക്ഷൻ ഓഫ് എ കണ്ടക്ടർ. റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ത്രൂ എനി സെക്ഷൻ ഓഫ് എ കണ്ടക്ടർ. ഇക്വേഷൻ നോക്കുക, I is equal to dq/dt. dq means charge, dt means time. ചാർജ് ഡിവൈഡ് ബൈ ടൈം. സോ അങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ യൂണിറ്റ്, കറണ്ടിൻ്റെ SI യൂണിറ്റ് ആംപിയർ ആണ്. കറണ്ട് SI യൂണിറ്റ് ഈസ് ആംപിയർ. അതേപോലെ ഈ ഇക്വേഷനിൽ നിന്നും I is equal to dq/dt, ആ ഇക്വേഷനിൽ നിന്ന് നമുക്കൊരു യൂണിറ്റ് എഴുതാം. ചാർജിൻ്റെ യൂണിറ്റ് കൂളം, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. ചാർജിൻ്റെ യൂണിറ്റ് കൂളം ആൻഡ് ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. സോ വേറൊരു യൂണിറ്റ് കൂളം പെർ സെക്കൻഡ്. അപ്പോൾ കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയർ അല്ലെങ്കിൽ കൂളം പെർ സെക്കൻഡ്. ഈ കൂളം പെർ സെക്കൻഡ് എന്നുള്ള യൂണിറ്റ് ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ് ഓൺ വോൾട്ടേജ്. വോൾട്ടേജ് മീൻസ് വർക്ക് ഡൺ റിക്വയർഡ് ടു മൂവ് യൂണിറ്റ് ചാർജ് ത്രൂ ആൻ എലമെൻറ്റ്. ഒരു യൂണിറ്റ് ചാർജ് മീൻസ് 1 കൂളം. 1 കൂളം ചാർജിനെ ഒരു എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിൽ കൂടെ കംപ്ലീറ്റ് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന വർക്ക് ഡൺ, ഇതിൻ്റെ അളവ് അല്ലെങ്കിൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി, ഇതിന് പറയുന്ന പേരാണ് വോൾട്ടേജ്. ഇക്വേഷൻ നോക്കുക, വോൾട്ടേജ് ഈസ് ഈക്വൽ ടു dW ഡിവൈഡ് ബൈ dQ. dW മീൻസ് വർക്ക്, dQ മീൻസ് ചാർജ്. വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ്, അങ്ങനെ വേണമെങ്കിലും പറയാം. വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ്, ദാറ്റ് ഈസ് കാൾഡ് വോൾട്ടേജ്. വോൾട്ടേജിൻ്റെ യൂണിറ്റ് നമുക്കറിയാം വോൾട്ട്. പിന്നെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് വേറൊരു യൂണിറ്റ് കൂടെ എഴുതാം. വർക്കിൻ്റെ യൂണിറ്റ് ജൂൾ, ചാർജിൻ്റെ യൂണിറ്റ് കുളം. സോ വോൾട്ടേജിൻ്റെ വേറൊരു യൂണിറ്റാണ് ജൂൾ പെർ കുളം. സോ ഓർത്ത് വയ്ക്കേണ്ട രണ്ട് യൂണിറ്റ്സ്, കറണ്ടിൻ്റെ ഒരു യൂണിറ്റ് കൂളം പെർ സെക്കൻഡും വോൾട്ടേജിൻ്റെ യൂണിറ്റ് ജൂൾ പെർ കുളം. സോ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ് വൺ, യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റ്. എനർജി ഒരുപാട് ടൈപ്സ് എനർജി ഉണ്ട്. ഇവിടെ നമുക്ക് എടുക്കേണ്ടത് ഇവിടെ ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റ് കിലോ വാട്ട് അവർ. ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റ് കിലോ വാട്ട് അവർ ആണ്. അത് വെച്ച് നമുക്കൊരു സിമ്പിൾ പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലം ഇതാണ്: എ ലാമ്പ് ഓഫ് 1000 watt ഈസ് വർക്കിംഗ് ഫോർ എ 10 hour daily. How much unit of energy will be consumed for a week? How much unit of energy എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏത് എനർജിയാണെന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ എനർജി. സോ ഇലക്ട്രിക്കൽ എനർജിയുടെ ഇക്വേഷൻ ഒന്നും നമുക്കറിയത്തില്ല, പക്ഷേ അറിയാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റ് കിലോ വാട്ട് അവർ ആണ്. സോ എന്തായാലും ആ യൂണിറ്റ് ഇക്വേഷനിൽ നിന്നുണ്ടായിട്ടുള്ളൊരു യൂണിറ്റ് ആയിരിക്കും. സോ കിലോ വാട്ട് അവർ. നമുക്ക് ആദ്യം വാട്ടും അവറും ഉണ്ടോ എന്ന് നോക്കാം. വാട്ടുണ്ട് 100 വാട്ട്, അവറുണ്ട് 10 അവർ, അതേപോലെ 7 ദിവസം. സോ ഇലക്ട്രിക്കൽ എനർജി കൺസപ്ഷൻ ഈസ് ഈക്വൽ ടു വാട്ട് 100 വാട്ട് ഇൻറ്റു അവർ 10 അവർ, അതേപോലെ 7 ദിവസം. സോ 100 ഇൻറ്റു 10 ഇൻറ്റു 7, ദാറ്റ് മീൻസ് 7000 വാട്ട് അവർ. ഇതാണ് നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി കൺസപ്ഷൻ. ഈ ഇക്വേഷൻ ഈ മൾട്ടിപ്ലിക്കേഷനിലെ ഈ സ്റ്റെപ്പ് നമ്മൾ എഴുതിയത് കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് നമുക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് മാത്രമാണ്. സോ ഇത് വാട്ട് അവറിലേ ആയിട്ടുള്ളൂ. സോ ഈ വാട്ട് അവറിനെ കിലോ വാട്ട് അവറിലോട്ട് മാറ്റണം, എങ്കിലേ നമുക്ക് എത്ര യൂണിറ്റ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. കാര്യം ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റ്, ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 കിലോ വാട്ട് അവർ ആണ്. സോ എത്ര യൂണിറ്റ് ഓഫ് എനർജി എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ എത്ര കിലോ വാട്ട് അവർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. വാട്ട് അവർ 7000, അതിനെ കിലോ വാട്ട് അവർ ആക്കാനായിട്ട്
1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 7000 ഡിവൈഡ് ബൈ 1000 7. സോ 7 കിലോ വാട്ട് അവർ അല്ലെങ്കിൽ 7 യൂണിറ്റ്. ഇത് സിമ്പിൾ പ്രോബ്ലമാണ്. ഇതേപോലുള്ള പ്രോബ്ലംസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് റെസിസ്റ്റൻസ്. നമുക്ക് എന്താണെന്നറിയാം. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കറണ്ടിൻ്റെ ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലിൻ്റെ അല്ലെങ്കിൽ ഒരു മെറ്റലിൻ്റെ എന്തിൻ്റെ ആയിക്കോട്ടെ, കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഒരു മീഡിയത്തിൻ്റെ പ്രോപ്പർട്ടി, കറണ്ട് ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് റെസിസ്റ്റൻസ്. നെക്സ്റ്റ് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം. എല്ലാവർക്കും അറിയാവുന്ന യൂണിറ്റാണ് ഓം. അതേപോലെ കണ്ടക്ടൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഇൻവേഴ്സ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ നേരെ ഇൻവേഴ്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു കണ്ടക്ടൻസ് നമുക്ക് ജി ഉണ്ട്. ജി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാം. ജി ഈസ് ഈക്വൽ ടു ഇൻവേഴ്സ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. സോ ജി ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ ആർ. കണ്ടക്ടൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഓമിൻ്റെ നേരെ റിവേഴ്സ്. സോ ഓമിൻ്റെ നേരെ റിവേഴ്സ് വരുമ്പോൾ OHM, അതിൻ്റെ നേരെ റിവേഴ്സ് MHO, മോ. അല്ലെങ്കിൽ ഓമിനെ നമ്മൾ സൂചിപ്പിക്കുന്ന സിമ്പിൾ ഇതാണ് ഓം. സോ ഓമിൻ്റെ ഇൻവേഴ്സ്, അപ്പോൾ നമുക്ക് ഓം ഇൻവേഴ്സ് എന്നും പറയാം. ഇത് ഓം ഇൻവേഴ്സ്. അപ്പോൾ കണ്ടക്ടൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ മോ. ഒന്നാമത്തെ യൂണിറ്റ് മോ, രണ്ടാമത്തെ യൂണിറ്റ് ഓം ഇൻവേഴ്സ്, മൂന്നാമതൊരു യൂണിറ്റ് ഉണ്ട് സീമൻ. ഓർത്ത് വെച്ചേക്കുക 3 യൂണിറ്റ്. ഈ സീമൻ എന്ന് പറഞ്ഞ യൂണിറ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. കണ്ടക്ടൻസിൻ്റെ യൂണിറ്റ് മോ, ഓം ഇൻവേഴ്സ് ആൻഡ് സീമൻ. കണ്ടക്ടൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ലായും കൂടെ പഠിക്കാനുണ്ട്. ബേസിക് ലായാണ്, ബേസിക് ഫണ്ടമെൻ്റൽ ലായാണ്. ഇറ്റ്സ് ഓംസ് ലാ. ഓക്കെ, ഓംസ് ലാ നമുക്കറിയാം. ഓംസ് ലാ എന്താണ്? ഓംസ് ലാ എന്ന് പറയുമ്പോൾ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ current flowing through a conductor is directly proportional to potential difference between the ends. That is equal to I proportional to V അല്ലെങ്കിൽ V proportional to I, constant V is equal to IR. ആറിനാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഇക്വേഷൻ V is equal to IR എന്ന് പറഞ്ഞ ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കുക. ഇതാണ് ഓംസ് ലായുടെ ഇക്വേഷൻ. നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷനാണ് R is equal to rho L divided by A. ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കുക. റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ is equal to R is equal to rho L divided by A. This is rho. Rho is called resistivity. Rho എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റി ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ. ആ റെസിസ്റ്റൻസ് ആ കണ്ടക്ടറിൻ്റെ അല്ലെങ്കിൽ ആ വയറിൻ്റെ ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ലെങ്ത് ഓഫ് ദ വയർ അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. നെക്സ്റ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ. അപ്പോൾ ഈ ലെങ്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമാണ് അതിൻ്റെ ആ വയറിൻ്റെ അല്ലെങ്കിൽ ആ കണ്ടക്ടറിൻ്റെ ജിയോമെട്രി അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യണത് ഈ ലെങ്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമാണ്. അപ്പോൾ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടറിൻ്റെ ഇക്വേഷൻ റോ എൽ ഡിവൈഡ് ബൈ എ. റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ആ മെറ്റീരിയലിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ആ മെറ്റീരിയലിൻ്റെ നേച്ചർ അത് ഒരു മെറ്റീരിയലിന് അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. പല മെറ്റീരിയലിനും പല കോൺസ്റ്റൻറ്റ് വാല്യൂസ് ആയിരിക്കും. സോ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഓൺലി നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. റെസിസ്റ്റിവിറ്റി ജിയോമെട്രി ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ ഷേപ്പിന്, ആ മെറ്റീരിയലിൻ്റെ ആ വയറിൻ്റെ അല്ലെങ്കിൽ കണ്ടക്ടറിൻ്റെ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സാണ് ലെങ്ത് ആൻഡ് ഏരിയ. ഒരു കണ്ടക്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു വയർ എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം റൗണ്ട് ഷേപ്പ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് A is equal to pi r square ആയിരിക്കും. R എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ കണ്ടക്ടർ. അടുത്ത് നമുക്ക് ഇത് വെച്ചൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. പ്രോബ്ലം ഇതാണ്: എ വയർ ഓഫ് റെസിസ്റ്റൻസ് 3 ohm ഈസ് സ്ട്രെച്ച്ഡ് ടു ട്വൈസ് ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത്. ദ റെസിസ്റ്റൻസ് ഇസ് ഡാഷ്. ഒരു വയർ അതിൻ്റെ റെസിസ്റ്റൻസ് 3 ohm ആയിരുന്നു. ഈസ് സ്ട്രെച്ച്ഡ് ടു ട്വൈസ് ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത്. അതിനെ നമ്മൾ രണ്ട് ഇരട്ടിയാക്കി വലിച്ചു നീട്ടി, അതിൻ്റെ ലെങ്ത് 2 ഇരട്ടിയാക്കി. സ്ട്രെച്ച്ഡ് ടു ട്വൈസ് ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത്. ദെൻ ദ റെസിസ്റ്റൻസ് ഈസ് ഡാഷ്. റെസിസ്റ്റൻസിന് എന്ത് ചേഞ്ച് വരുമെന്നാണ്. സോ ഇത് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ആലോചിച്ച് നോക്കുക. ഒരു കമ്പി അല്ലെങ്കിൽ ഒരു വയർ, ഒരു കണ്ടക്ടർ എടുത്തു, എന്നിട്ട് അതിൻ്റെ ലെങ്ത് നമ്മൾ വലിച്ചു നീട്ടുകയാണ്. ലെങ്ത് വലിച്ചു നീട്ടുമ്പോൾ അതിൻ്റെ ലെങ്ത്തിന് മാത്രമേ ചേഞ്ച് ഉണ്ടാകത്തുള്ളൂ? അല്ല, ലെങ്ത് നമ്മൾ വലിച്ചു നീട്ടുമ്പോൾ അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും കുറയും. അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ റെഡ്യൂസ് ആവും.
ഒരു കമ്പി അല്ലെങ്കിൽ ഒരു എന്തോ ആയിക്കോട്ടെ, ഒരു കണ്ടക്ടർ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ലെങ്ത് വലിച്ച് നീട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഫോഴ്സ് കൊടുത്ത് വലിച്ച് നീട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും കുറയും. എത്രയായിട്ട് കുറയുമെന്ന് പറഞ്ഞാൽ, ലെങ്ത് 2 മടങ്ങായിട്ട് നമ്മൾ വലിച്ചു നീട്ടിയാൽ അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1/2 ആയിട്ട് കുറയും. ലെങ്ത് 3 മടങ്ങാക്കിയാൽ 1/3 ആയിട്ട് കുറയും ഏരിയ. ലെങ്ത് 10 മടങ്ങാക്കിയാൽ 1/10 ആയിട്ട് കുറയും അതിൻ്റെ ഏരിയ. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് 2 ഇരട്ടിയാക്കിയെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് അറിയാനുള്ള ഇക്വേഷൻ, ഒരു വയറിൻ്റെ ഇക്വേഷൻ ഇതാണ്, R = ρl/A. അപ്പോൾ അതിൻ്റെ വാല്യൂ അവർ തന്നിട്ടുണ്ട്, R = 3 ഓം എന്ന് തന്നിട്ടുണ്ട്. സോ ആറിൻ്റെ ഇക്വേഷൻ എഴുതുന്നു ρl/A. അവർ പറഞ്ഞു ലെങ്ത് 2 മടങ്ങാക്കിയെന്ന് പറഞ്ഞു. സോ പുതിയ ലെങ്ത് L' = 2L. അപ്പോൾ ലെങ്ത് 2 മടങ്ങാവുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏരിയ കുറയും. ഏരിയ എത്രയായിട്ട് കുറയുമെന്ന് പറഞ്ഞാൽ ഏരിയ 1/2 ആയിട്ട് കുറയും. സോ A' = A/2. ഇനി നമുക്ക് പുതിയ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. R' റോയ്ക്ക് ഒരു ചേഞ്ചും ഇല്ല, കാര്യം മെറ്റീരിയൽ മാറുന്നില്ല. നേരത്തെ പറഞ്ഞായിരുന്നു റോ എന്ന് പറഞ്ഞാൽ നേച്ചർ ഓഫ് ദ മെറ്റീരിയലാണ്. സോ മെറ്റീരിയൽ ചേഞ്ച് ആവുന്നില്ല, സോ റോയ്ക്ക് വ്യത്യാസമില്ല. റോ ഇസ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ. സോ R' = ρ × L'/A'. L' പകരം വാല്യൂ കൊടുക്കുന്നു 2L. റോ × 2L/A/2. സോ ഈ സ്റ്റെപ്പ് R' = ρ × 2L/A/2. ഈ 2 മോളിൽ പോകുന്നു. സോ 4 × ρl/A. 4 × ρl/A. ρl/A എന്ന് പറഞ്ഞാൽ 3 ആണെന്ന് നമുക്കറിയാം. സോ 4 × 3, ആൻസർ ഈസ് 12 ഓം. ഓക്കെ, അപ്പോൾ എത്രയാണെന്ന് നോക്കണം. ലെങ്ത് 2 മടങ്ങാക്കിയപ്പോൾ റെസിസ്റ്റൻസ് 12ആയി. ലെങ്ത് 2 മടങ്ങാക്കിയപ്പോൾ റെസിസ്റ്റൻസ് 12ആയി. 12 എന്ന് പറഞ്ഞാൽ 4 മടങ്ങാണ് അല്ലേ, 4 ടൈംസ് ആയി. സോ ലെങ്ത് 2 മടങ്ങാക്കിയപ്പോൾ റെസിസ്റ്റൻസ് 4 ടൈംസ്. സിമിലർലി ലെങ്ത് 3 മടങ്ങാക്കിയാൽ റെസിസ്റ്റൻസ് അതിൻ്റെ സ്ക്വയർ 9 ടൈംസ് ആവും. ലെങ്ത് 10 ടൈംസ് ഇൻക്രീസ് ചെയ്താൽ അതിൻ്റെ റെസിസ്റ്റൻസ് അതിൻ്റെ സ്ക്വയർ 100 ടൈംസ്. സിമിലർലി പറഞ്ഞാൽ ലെങ്ത് n ടൈംസ് ഇൻക്രീസ് ചെയ്താൽ റെസിസ്റ്റൻസ് ഷുഡ് ബി ഇൻക്രീസസ് ടു n² ടൈംസ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഓർത്ത് വെച്ചേക്കുക, പെട്ടെന്ന് തന്നെ എഴുതാം ആൻസർ. ഇത്രയും ചെയ്യേണ്ട കാര്യമില്ല. ലെങ്ത് 5 മടങ്ങാക്കിയാൽ റെസിസ്റ്റൻസ് എത്ര മടങ്ങെന്ന് ചോദിക്കും, പെട്ടെന്ന് ആൻസർ എഴുതാം. 5ൻ്റെ സ്ക്വയർ 25 ടൈംസ് ആവും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, റെസിസ്റ്റൻസസ് ഇൻ സീരീസ്. 2 റെസിസ്റ്റൻസ് നമ്മളിവിടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാണ്. R1 R2 എന്ന് പറയുന്ന 2 റെസിസ്റ്റൻസസ് R1 R2 സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ സപ്ലൈ കൊടുത്തേക്കുന്ന വോൾട്ടേജ് V. അപ്പോൾ ഒരു റെസിസ്റ്റൻസും ഒരു വോൾട്ടേജും പ്രോപ്പർ കണക്ഷനിലാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടെ എന്തായാലും ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ആ കറണ്ടിൻ്റെ വാല്യൂ ഇവിടെ I. ഒരു സീരീസ് കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ മറന്നു പോകരുത്, ഒരു സീരീസ് കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിലെ കറണ്ടിൻ്റെ വാല്യൂ സെയിമും വോൾട്ടേജിൻ്റെ വാല്യൂ ഡിഫറൻറ്റും ആയിരിക്കും. വോൾട്ടേജിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 2 കമ്പോണൻ്റ് ഉണ്ട്, R1 R2. ഈ 2 കമ്പോണൻറ്റും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിൻ്റെ വാല്യൂ ഡിഫറൻ്റ് ആയിരിക്കും. R1 അക്രോസ് ആയിട്ട് V1, R2 അക്രോസ് ആയിട്ട് V2. അപ്പോൾ ഒരു സീരീസ് കോമ്പിനേഷനിൽ കറണ്ട് വാല്യൂ സെയിം ആൻഡ് വോൾട്ടേജ് വാല്യൂ അല്ലെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് വാല്യൂ ഈസ് ഡിഫറൻറ്റ്. ഇനി R ഇക്വാലൻറ്റ്. ഈ 2 R1 R2 എന്ന് പറയുന്ന 2 റെസിസ്റ്റൻസ് സീരീസ് ആയി കണക്ട് ചെയ്താൽ അതിൻ്റെ ഇക്വാലൻറ്റ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ R ഇക്വാലൻറ്റ് എന്ന് പറയുമ്പോൾ ഈ 2 കൂടെ ആഡ് ചെയ്ത് വെച്ചാൽ മതി, R1 + R2. ദെൻ ടോട്ടൽ കറണ്ട് വാല്യൂ നമുക്കറിയാം, ഓംസിലെ അനുസരിച്ച് V/ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. സോ V/ ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് R1 + R2. സോ ടോട്ടൽ കറണ്ട് ഈസ് ഈക്വൽ ടു V/ R1 + R2. ഇനി ഇവിടെ നമുക്ക് നോക്കാനുള്ള വേറൊരു റൂളാണ് വോൾട്ടേജ് ഡിവിഷൻ റൂൾ. വോൾട്ടേജ് ഡിവിഷൻ റൂൾ വെച്ചിട്ട് നമുക്ക് ഈ V1ൻ്റെ വാല്യൂവും V2ൻ്റെ വാല്യൂവും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഇക്വേഷൻ സിസ്റ്റം നോക്കാം. V1 എന്ന് പറയുമ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് R1 ആണ്. സോ V1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ സപ്ലൈ വോൾട്ടേജ് V ഇൻറ്റു ഏതിന് അക്രോസ് ആയിട്ടാണോ നോക്കുക, R1 അക്രോസ് ആയിട്ടാണ്. സോ V × R1 ഡിവൈഡ് ബൈ ഈ 2 റെസിസ്റ്റൻസിൻ്റെ കൂടെ സം R1 + R2. സോ ഇക്വേഷൻ നോക്കുക, V1 ഈസ് ഈക്വൽ ടു ടോട്ടൽ സപ്ലൈ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ അപ്ലൈഡ് വോൾട്ടേജ് V ഇൻറ്റു R1 ഡിവൈഡ് ബൈ R1 + R2. ഇതേപോലെ ആയിരിക്കും V2.
V2 is equal to total voltage V into ഏതിന് അക്രോസ് ആയിട്ടാണ് നോക്കുക, R2 അക്രോസ് ആണ്. സോ V into R2 ഡിവൈഡ് ബൈ സം ഓഫ് ദ റെസിസ്റ്റൻസസ് R1 പ്ലസ് R2. സോ ഇത് വെച്ചിട്ട് നമുക്ക് ഇതിന് രണ്ടിനും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് പാരലൽ കണക്ഷൻ. രണ്ട് റെസിസ്റ്റൻസസ് R1 R2 രണ്ടെണ്ണം നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യുന്നു. സപ്ലൈ വോൾട്ടേജ് V. സോ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ I. സോ പാരലൽ കണക്ഷനിൽ വോൾട്ടേജ് സെയിം ആയിരിക്കും. R1ഉം R2നും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിൻ്റെ വാല്യൂ എപ്പോഴും V തന്നെയായിരിക്കും. ബട്ട് കറണ്ട് ഷുഡ് ബി ഡിഫറൻറ്റ്. സോ R1ൽ കൂടെ ഉള്ള ഇവിടെ I എന്ന് പറഞ്ഞ കറണ്ട് ഇതായി ഇവിടെ വന്നിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. R2ൽ കൂടി പാസ് ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ I2, R1ൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ I1. സോ കറണ്ട് ഡിഫറൻറ്റ് ആൻഡ് വോൾട്ടേജ് സെയിം. സോ നെക്സ്റ്റ് ഇക്വാലൻറ്റ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമുക്ക് ചെയ്ത് നോക്കാം. ഇക്വാലൻറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം റെസിപ്രോക്കൽ ഓഫ് ദ ഇക്വാലൻറ്റ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദ റെസിപ്രോക്കൽസ് ഓഫ് ദ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ്. സോ 1/R ഇക്വാലൻറ്റ് ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. R1 പ്ലസ് R2 ഡിവൈഡ് ബൈ R1 R2. സോ ഇക്വാലൻറ്റ് റെസിസ്റ്റൻസ് അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം. സോ ഇക്വാലൻറ്റ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. ഇവിടെ നമുക്ക് കറണ്ട് ഡിവിഷൻ റൂൾ നോക്കാം. കറണ്ട് ഡിവിഷൻ റൂൾ എന്ന് പറയുമ്പോൾ I1 കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ I1 ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് I ഇൻറ്റു ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ്. അപ്പോൾ I1 എന്ന് പറയുമ്പോൾ R1ൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ടാണ്. പക്ഷേ നമ്മൾ എടുക്കേണ്ടത് ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് R2 ഡിവൈഡ് ബൈ സം ഓഫ് ദ റെസിസ്റ്റൻസ് R1 പ്ലസ് R2. സിമിലർലി I2 ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് I ഇൻറ്റു ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് R1 ഡിവൈഡ് ബൈ സം ഓഫ് ദ റെസിസ്റ്റൻസ് R1 പ്ലസ് R2. ഇതാണ് കറണ്ട് ഡിവിഷൻ റൂൾ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 3 1 ohm resistors are connected to form a triangle. The resistance between any two corners is dash. ഓപ്ഷൻ 4 ഉണ്ട്. എങ്ങനെയാണെന്ന് നോക്കാം. 3 1 ohm resistors, 3 1 ohm resistors ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തേക്കുന്നു. സോ ഇതാണ് ട്രയാങ്കിൾ. 3 1 ohm resistors. കണ്ടുപിടിക്കേണ്ടത് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ടു കോർണേഴ്സ്. ഇവിടെ ഞാൻ എടുക്കുന്നത് ആ കോർണേഴ്സ് എയും സിയും രണ്ട് കോർണേഴ്സ് എടുത്തു. സോ ഇതിന് അക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മളൊരു മൾട്ടിമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിനി ഇങ്ങനൊരു ഷേപ്പുള്ള ഒരു റെസിസ്റ്റൻസ് കോമ്പിനേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്കും സിക്കും അക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആ മൾട്ടിമീറ്ററിന് രണ്ട് നോബ്, ഒരു നോബ് ഞാൻ എയിലും വയ്ക്കും, ഒരു നോബ് ഞാൻ ബിയിലും വയ്ക്കും. എപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അതിന് അക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളവിടെ എയിലും സിയിലും ആ നോബ് വെക്കുമ്പോൾ ഇത് രണ്ടെണ്ണം, ഈ രണ്ട് കോമ്പിനേഷൻസും സീരീസ് കണക്ഷനും ആ കോമ്പിനേഷൻ ഇതിന് രണ്ടിനും അക്രോസ് ആയിട്ടുള്ള ഈ റെസിസ്റ്റൻസിന് പാരലുമായിട്ട്. സോ ഇത് രണ്ടും സീരീസ് കോമ്പിനേഷൻ. സീരീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഇക്വാലൻറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ആഡ് ചെയ്താൽ മതി. സോ 1 ohm പ്ലസ് 1 ohm 2 ohm, ദാറ്റ് ഈസ് പാരലൽ വിത്ത് ദിസ് 1 ohm. അതാണ് ഇതിൻ്റെ ആൻസർ. സോ RAB ആൻഡ് RBC, RAB ഇത് ഈസ് സീരീസ്. These two are series. This combination is parallel with this one. So these two are series. So 1 plus 1. This is parallel with this one. 1 plus 1. This is parallel with AC. Then 1 plus 1 is 2. 2 parallel with 1. രണ്ട് റെസിസ്റ്റൻസ് പാരലൽ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ അറിയാം. 1/R ഈസ് ഈക്വൽ ടു റെസിപ്രോക്കൽസ്. 2 പാരലൽ വിത്ത് 1 ആണ്. സോ 1/R ഈസ് ഈക്വൽ ടു 1/2 പ്ലസ് 1/1 ഈസ് 3/2. സോ ആൻസർ ഈസ് 2/3. ഇതാണ് ഇതിൻ്റെ സ്റ്റെപ്പ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. പല എക്സാമിനും, എയുടെ എക്സാമോ സബിൻ്റെ എക്സാമോ അതേപോലെ പല എക്സാമുകൾക്കും ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് വൺ ഇക്വേഷൻ ഫോർ പവർ. പവറിൻ്റെ ഇക്വേഷൻ 4 ഇക്വേഷൻ അറിഞ്ഞിരിക്കുക പവറിന് വേണ്ടിയിട്ട്. ഫസ്റ്റ് ഇക്വേഷൻ വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം, ഒന്നാമത്തെ ഇക്വേഷൻ. നെക്സ്റ്റ് വൺ P ഈസ് ഈക്വൽ ടു I ഇൻറ്റു V, കറണ്ട് ഇൻറ്റു വോൾട്ടേജ്. നെക്സ്റ്റ് P ഈസ് ഈക്വൽ ടു I സ്ക്വയർ R, ദെൻ P ഈസ് ഈക്വൽ ടു V സ്ക്വയർ ഡിവൈഡ് ബൈ R. സോ ഈ 3 ഇക്വേഷൻ പവറിന് പഠിച്ചേക്കുക. നെക്സ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് ഇൻ എ കണ്ടക്ടർ ഈസ് ഡ്യൂ ടു ഫ്ലോ ഓഫ് ഡാഷ്.
കണ്ടക്ടറിൽ കൂടെയുള്ള ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ത് കാരണമാണെന്ന്. ഓപ്ഷൻസ് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ഇലക്ട്രോൺസ് ആൻഡ് അയോൺസ് ആൻഡ് ചാർജ്ഡ് പാർട്ടിക്കിൾ. സോ നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചാൽ സെയിം തന്നെയാണ് ഇതിൻ്റെ ആൻസർ. ഇതിൻ്റെ ആൻസർ ഈസ് ഇലക്ട്രോൺ. Flow of electric current in a conductor is due to the flow of electrons. Next one, the electric current is the random movement of electrons in a conductor. Movement of free electrons predominantly in one direction. Pressure difference between two poles. The power that causes drift of electrons. Electric current is the answer is movement of free electrons. Option is B. ഫ്രീ ഇലക്ട്രോൺസ് എന്താണെന്നൊക്കെ അറിയാം. ഒരു ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷനിൽ നിന്ന് പിടിവിട്ട് അതിൻ്റെ ഓർബിറ്റിൽ നിന്നും പുറത്ത് ചാടുന്ന ഇലക്ട്രോൺസിന് പറയുന്ന പേരാണ് ഫ്രീ ഇലക്ട്രോൺസ്. ഫ്രീ ഇലക്ട്രോൺസിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് ഒരു കണ്ടക്ടറിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ കണ്ടക്ട് ചെയ്യാനുള്ള കാരണം ദ പ്രസൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺ ആണ്. സോ ഇലക്ട്രിക് കറണ്ട് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് ഫ്രീ ഇലക്ട്രോൺ predominantly in one direction. Next, in gases the flow of current is due to gases. ദ ഫ്ലോ ഓഫ് കറണ്ട് ഈസ് ഡ്യൂ ടു, ഇത് മെയിനായിട്ട് നമ്മുടെ ഡിസ്ചാർജ് ലാമ്പ് അത് കണക്കുള്ള ലാമ്പിലുള്ള പ്രോസസ്സാണ്. സോ അതിൻ്റെ ആൻസർ എന്താണെന്ന് പറഞ്ഞാൽ ഓപ്ഷൻസ് ഇതാണ്: ഇലക്ട്രോൺസ് ഓൺലി, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ്, ഇലക്ട്രോൺസ് ആൻഡ് പോസിറ്റീവ് അയോൺസ്, ഇലക്ട്രോൺസ്, പോസിറ്റീവ് അയോൺസ് ആൻഡ് നെഗറ്റീവ് അയോൺസ്. ഇതിൻ്റെ ഓപ്ഷൻസ്, ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഇലക്ട്രോൺസ് ആൻഡ് അയോൺസ് എന്നാണ്. സോ ഇലക്ട്രോൺസ് ആൻഡ് അയോൺസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് അയോൺ വരും, നെഗറ്റീവ് അയോൺസും വരും. സോ ആൻസർ ഈസ് ഡി, ഇലക്ട്രോൺസ്, പോസിറ്റീവ് അയോൺസ് ആൻഡ് നെഗറ്റീവ് അയോൺസ്. Next question. The minimum requirement of causing flow of current are. കറണ്ട് ഫ്ലോ ചെയ്യാൻ വേണ്ട ഏറ്റവും മിനിമം റിക്വയർമെൻറ്റ് ഏതൊക്കെയാണ്? വോൾട്ടേജ് സോഴ്സ്, റെസിസ്റ്റർ ആൻഡ് എ സ്വിച്ച്. വോൾട്ടേജ് സോഴ്സ് ആൻഡ് എ കണ്ടക്ടർ. പവർ സോഴ്സ് ആൻഡ് എ ബൾബ്. വോൾട്ടേജ് സോഴ്സ്, കണ്ടക്ടർ, അമ്മീറ്റർ ആൻഡ് എ സ്വിച്ച്. മിനിമം റിക്വയർമെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഒരു കണ്ടക്ടറും ഒരു വോൾട്ടേജ് സോഴ്സും ഉണ്ടെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യിപ്പിക്കാം. സോ ആൻസർ ഈസ് ബി. നെക്സ്റ്റ് വൺ, കറണ്ട് വെലോസിറ്റി ത്രൂ എ കോപ്പർ കണ്ടക്ടർ. ഒരു കോപ്പർ കണ്ടക്ടറുടെ കൂടെയുള്ള കറണ്ടിൻ്റെ വെലോസിറ്റി എത്രയാണെന്ന്. വളരെ കുറവായിരിക്കും, വളരെ സ്മാൾ എമൗണ്ട് ആയിരിക്കും. സോ ഇതിൽ ആൻസർ ഏതെന്ന് നോക്കാം. ഏറ്റവും ചെറിയ എമൗണ്ട് ഉള്ള ആൻസർ ബി, ഓഫ് ദ ഓർഡർ ഓഫ് ഫ്യൂ മൈക്രോമീറ്റർ പെർ സെക്കൻഡ്. ഇതായിരിക്കും ആൻസർ. സോ കറണ്ട് വെലോസിറ്റി ഈസ് വെരി ലോ ത്രൂ എ കണ്ടക്ടർ. നെക്സ്റ്റ് വൺ, the drift velocity of electrons. The drift velocity of electron, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. വളരെ ചെറിയ എന്തെങ്കിലും ക്വാണ്ടിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും എൻ്റെ ആൻസർ. സോ ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റി ലാസ്റ്റ് വൺ, വെരി സ്മാൾ ഇൻ കമ്പാരിസൺ ടു സ്പീഡ് ഓഫ് ലൈറ്റ്. സോ ആൻസർ ഈസ് ഡി. നെക്സ്റ്റ് വൺ, കറക്റ്റ് ഫോം ഓഫ് ഓംസ് law. V is equal to I is equal to V into R, V proportional to I, V is equal to IR above B and C. B and C. Bയും റൈറ്റ് ആണ്, സിയും റൈറ്റ് ആണ്. സോ ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. നെക്സ്റ്റ് വൺ, ദ കണ്ടീഷൻ ഫോർ ദ വാലിഡിറ്റി ഓഫ് ഓംസ് law ഈസ് ദാറ്റ് ദ condition for Ohm's law is that temperature should be constant. So option A is correct. Next one, Ohm's law is applicable to. Ohm's law applicable ആയിട്ടുള്ള മെറ്റീരിയൽസിന് പറയുന്ന പേരാണ് ഓമിക് മെറ്റീരിയൽ. ആപ്ലിക്കബിൾ അല്ലാത്തതിന് പറയുന്ന പേര് നോൺ ഓമിക് മെറ്റീരിയൽ. ഓമിക് മെറ്റീരിയൽസിന് എക്സാമ്പിൾസ് ആണ് റെസിസ്റ്റേഴ്സ്, കണ്ടക്ടേഴ്സ്, ഹീറ്റിംഗ് എലമെൻറ്റ്, ഇൻകാൻഡസെൻറ്റ് ബൾബ്. ഇതെല്ലാം ഓംസ് ലാ ഓമിക് എലമെൻറ്റ്സിന് ആപ്ലിക്കബിൾ ആണ്. ഓമിക് എലമെൻറ്റ്സിന് എക്സാമ്പിൾസ് ആണ്. ഇവിടെ ചോദിച്ചേക്കുന്നത് ഓംസ് ലാ ഈസ് ആപ്ലിക്കബിൾ ടു ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഇതിലേതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് റെസിസ്റ്റേഴ്സ്, കണ്ടക്ടേഴ്സ്, ഹീറ്റിംഗ് എലമെൻറ്റ്, ഇൻകാൻഡസെൻറ്റ് ബൾബ്, ഇതൊക്കെയാണ്. ആപ്ലിക്കബിൾ അല്ലാത്ത അതിന് പറഞ്ഞ പേരാണ് നോണോമിക് മെറ്റീരിയൽ. നോണോമിക് മെറ്റീരിയൽസിന് എക്സാമ്പിൾസ് ആണ് സെമി കണ്ടക്ടർ, വാക്വം ട്യൂബ്സ്, ഇലക്ട്രോലൈറ്റ്, കാർബൺ റെസിസ്റ്റേഴ്സ്, ആർക്ക് ലാംപ്സ്. ഇതെല്ലാം നോൺ ഓമിക്കിന് എക്സാമ്പിൾസ് ആണ്. സോ ഇതൊന്നും ഓംസ് ലാ ഒബേ ചെയ്യുന്നില്ല. സോ ഇതിലൊന്നും ഓംസ് ലാ ഒബേ ചെയ്യുന്ന ഒരു മെറ്റീരിയലും ഇതിനകത്ത് ഇല്ല. സോ എൻ്റെ ആൻസർ ഈസ് none of this. Sorry. Okay. Ohm's law is applicable to none of this. കാര്യം ഇതെല്ലാം ഓംസ് ലാ ഒബേ ചെയ്യാത്ത മെറ്റീരിയൽസ് ആണ്, നോൺ ഓമിക് മെറ്റീരിയൽസ് ആണ്.
ഇതൊക്കെയാണ് ബെസ്റ്റ് എക്സാമ്പിൾസ് ഫോർ നോണോമിക് മെറ്റീരിയൽസ്. സോ ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക, നോണോമിക്സിന് എക്സാമ്പിളായിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കുക. സെമി കണ്ടക്ടർ, ഇലക്ട്രോലൈറ്റ്, ആർക്ക് ലാമ്പ്, വാക്വം ടിപ്സ്, കാർബൺ റെസിസ്റ്റേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ റെസിസ്റ്റൻസ് ഓഫ് വയർ ഈസ് R ohm. Resistance of wire is R ohm. The wire is stretched to double its length. Then its resistance in ohm is dash. രണ്ട് മടങ്ങ് കൂട്ടിയാൽ നമ്മൾ നേരത്തെ പഠിച്ച പോലെ റെസിസ്റ്റൻസ് ഷുഡ് ബി ഇൻക്രീസസ് ടു 4 times. സോ ആൻസർ ഈസ് ബി. ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് നേരത്തെ പഠിച്ചതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ എഴുതാം. നെക്സ്റ്റ് വൺ, കിർച്ചോഫ് സെക്കൻഡ് ലോ ഈസ് ബേസ്ഡ് ഓൺ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ഡാഷ്. കിർച്ചോഫിൽ 2 ലോ ഉണ്ട്. കിർച്ചോഫിൻ്റെ ഫസ്റ്റ് ലോ എന്ന് പറയുമ്പോൾ ജംഗ്ഷൻ റൂളും കിർച്ചോഫിൻ്റെ സെക്കൻഡ് ലോ എന്ന് പറയുമ്പോൾ ലൂപ്പ് റൂളുമാണ്. ലൂപ്പ് റൂളിനെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. സെക്കൻഡ് റൂൾ ഈസ് ബേസ്ഡ് upon ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അപ്പോൾ ഫസ്റ്റ് ലോ എന്തിനെ ബേസ് ചെയ്തായിരിക്കും? ഫസ്റ്റ് ലോ, കിർച്ചോഫിൻ്റെ ഫസ്റ്റ് ലോ ഈസ് ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. ഫസ്റ്റ് ലോ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്, ആൻഡ് സെക്കൻഡ് ലോ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡയമീറ്റർ ഓഫ് ന്യൂക്ലിയസ് ഓഫ് an atom is the order of 10⁻⁻40 meter. Next, ampere second could be the unit of dash. Ampere second. നമ്മൾ കറണ്ടിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. കറണ്ട് ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ് I is equal to Q/T അല്ലെങ്കിൽ dQ/dt എന്നാണ് പഠിച്ചത്. സോ ഇതിൽ നിന്ന് Q is equal to I into T എന്നെഴുതാം. ഐയുടെ യൂണിറ്റ് ആംപിയർ, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. സോ ആംപിയർ സെക്കൻഡ് ഈസ് ദ യൂണിറ്റ് ഓഫ് ക്യൂ. ക്യൂ എന്ന് പറഞ്ഞാൽ ചാർജ്. സോ ഇതിൻ്റെ യൂണിറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്താണ്? ചാർജ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ സെയിം ആസ് വാട്ട്. വാട്ടിന് ഈക്വൽ അല്ലാത്തതിൽ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. നോട്ട് ദ സെയിം ആസ് വാട്ട്. വാട്ടിന് ആകെ അറിയാന്നുള്ളത് 4 ഇക്വേഷൻ ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഇക്വേഷൻ നമുക്ക് നോക്കാം. P is equal to വർക്ക് ഡൺ പെർ ടൈം. വർക്കിൻ്റെ യൂണിറ്റ് ജൂൾ, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. ജൂൾ പെർ സെക്കൻഡ് ഉണ്ടോയെന്ന് നോക്കാം. യെസ്, ജൂൾ പെർ സെക്കൻഡ് ഉണ്ട്. അപ്പോൾ അതല്ല ആൻസർ. അടുത്ത യൂണിറ്റ് നമുക്ക് നോക്കാം. പവർ P is equal to V into I. വിയുടെ വോൾട്ടേജിൻ്റെ യൂണിറ്റ് വോൾട്ട്, കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയർ. സോ വോൾട്ട് ഇൻറ്റു ആംപിയർ ഉണ്ട്, അപ്പോൾ ഇതുമല്ല. നെക്സ്റ്റ് അടുത്ത ഇക്വേഷൻ, P is equal to I² R. I ആംപിയർ, സോ ആംപിയർ സ്ക്വയർ ഇൻറ്റു ഓം, അതും ഉണ്ട്. സോ ഇത് 3 അല്ല ഓപ്ഷൻ, അപ്പോൾ ആൻസർ ഷുഡ് ബി ബി. ദിസ് ഈസ് ദ ആൻസർ. ആംപിയർ പെർ വോൾട്ട് ഈസ് ദ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 1 kWh ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഈസ് ദ സെയിം ആസ് ഡാഷ്. ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റാണ് ചോദിച്ചേക്കുന്നത്. സോ നമുക്ക് ആദ്യമേ തന്നെ ഓപ്ഷൻ എ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. കാര്യം വാട്ട് എന്ന് പറഞ്ഞാൽ പവറിൻ്റെ യൂണിറ്റാണ്. സോ എന്തായാലും ഇതല്ല, എ അല്ല ആൻസർ. നെക്സ്റ്റ് BTU. BT മീൻസ് ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ്. അത് എനർജിയുടെ യൂണിറ്റാണ്, പക്ഷേ അത് ഹീറ്റ് എനർജിയുടെ യൂണിറ്റാണ്. ഇവിടെ ചോദിച്ചേക്കുന്നത് ഇലക്ട്രിക്കൽ എനർജിയെ പറ്റിയാണ്. സോ ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇനിയുള്ളത് സിയും ബിയും ആണ്. ഇതിൽ നിന്നുള്ള ആൻസർ, ഇത് രണ്ടും എനർജിയുടെ യൂണിറ്റ് തന്നെയാണ്. അപ്പോൾ 1 kWh എന്ന് പറഞ്ഞാൽ 36 × 10⁵ ജൂളാണ്. സോ ആൻസർ ഈസ് 36 × 10⁵ ജൂൾ. 1 ജൂൾ എത്ര എർഗാണെന്ന് ചോദിച്ചാൽ 1 ജൂൾ ഈസ് ഈക്വൽ ടു 10⁻⁷ എർഗ്. അതും കൂടെ ഒന്ന് ഇപ്പോഴേ ഒന്ന് നോട്ട് വെച്ചേക്കുക. 1 ജൂൾ ഈസ് ഈക്വൽ ടു 10⁻⁷ എർഗ്. അപ്പോൾ 1 kWh ഇലക്ട്രിക് എനർജി ഈസ് ഈക്വൽ ടു 36 × 10⁵ ജൂൾ. അല്ലെങ്കിൽ അത് മിക്ക ടെക്സ്റ്റ് ബുക്കിലും കൊടുത്തിരിക്കുന്നത് 1 kWh ഈസ് ഈക്വൽ ടു 3.6 × 10⁻⁶ ജൂൾ. ഇവിടെ 36 ആണ്. സോ 36 × 10⁵. അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ട്രിക് കറണ്ട് ഓഫ് 5 ആംപിയർ ഈസ് സെയിം ആസ് ഡാഷ്. ആംപിയറിൻ്റെ വേറൊരു യൂണിറ്റ്, കറണ്ടിൻ്റെ വേറൊരു യൂണിറ്റ് നമ്മൾ ഫസ്റ്റ് ലെയർ നോക്കിയായിരുന്നു. കറണ്ടിൻ്റെ വേറൊരു യൂണിറ്റാണ് ആംപിയർ, ഓർ വേറൊരു യൂണിറ്റാണ് കൂളം പെർ സെക്കൻഡ്. സോ 5 ആംപിയർ എന്ന് പറഞ്ഞാൽ അത് 5 കൂളം പെർ സെക്കൻഡ് ആണ്. സോ ആൻസർ ഈസ് സി. 5 ആംപിയർ സെയിം ആസ് 5 കൂളം പെർ സെക്കൻഡ്.
Next one, resistivity of a wire depends on dash. Resistivity of a wire depends on nature of material. Resistivity only depends upon the nature of material. Another problem, this is the last problem. When n resistance each of value r are connected in parallel, r resistance ഉള്ള സ്മാൾ ലെറ്റർ r resistance ഉള്ള n നമ്പർ ഓഫ് റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ കിട്ടിയ റിസൾട്ടൻ്റ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എക്സ്. ഇതേ റെസിസ്റ്റൻസ്, ഇതേ n നമ്പർ ഓഫ് റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ കിട്ടുന്ന റെസിസ്റ്റൻസ് എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. അങ്ങനെ നമ്മൾ എക്സിൻ്റെ ടൈമിൽ എഴുതണം. ഇതാണ് ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യൻ ഇതാണ്, n റെസിസ്റ്റൻസ് ഈച്ച് ഓഫ് വാല്യൂ r റെസിസ്റ്റൻസ് വാല്യൂ ഉള്ള n നമ്പർ ഓഫ് റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്തപ്പോൾ കിട്ടിയ ഇക്വാലൻ്റ് റെസിസ്റ്റൻസിൻ്റെ റിസൾട്ടൻ്റ് വാല്യൂ റിസൾട്ടിൻ്റെ വാല്യൂ എക്സ്. ഇനി നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ എത്രയായിരിക്കും ഇതിൻ്റെ വാല്യൂ? ഇതാണ് ക്വസ്റ്റ്യൻ. ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം n റെസിസ്റ്റൻസ് ഇൻ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം 1/r equivalent is equal to 1/r plus 1/r plus up to n number of resistance ഉണ്ട്. സോ അപ് ടു n. സോ ഡിനോമിനേറ്റർ സെയിം ആണ്, ന്യൂമറേറ്റർ ആഡ് ചെയ്താൽ മതി. സോ n ടൈംസ് ആഡ് ചെയ്തുകൊണ്ട് 1/r equivalent is equal to n divided by r. സോ r equivalent is equal to r divided by n. റെസിപ്രോക്കൽ എടുക്കുന്നു, നമുക്ക് ആൻസർ കിട്ടുന്നു. പക്ഷേ അവർ തന്നിട്ടുണ്ട് ഈ റിസൾട്ടൻറ്റിൻ്റെ വാല്യൂ എക്സ് എന്ന് അവർ തന്നിട്ടുണ്ട്. സോ r divided by n is equal to എക്സ്. ഇതിൽ നിന്ന് നമ്മൾ ആറിൻ്റെ വാല്യൂ എഴുതുന്നു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, r is equal to nx. r is equal to nx. നെക്സ്റ്റ്, n റെസിസ്റ്റൻസ് ഇൻ സീരീസ്. n റെസിസ്റ്റൻസ് ഇൻ പാരലല്ല, ഇവിടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ r equivalent is equal to r plus r plus r plus up to n ടൈംസ് r എന്ന് പറഞ്ഞ വാല്യൂ ആഡ് ചെയ്യണം. സോ r equivalent is equal to നമുക്ക് കിട്ടും nr എന്ന് നമുക്ക് കിട്ടും. r equivalent is equal to nr എന്ന് നമുക്ക് കിട്ടും. ഇവിടെ ആറിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, r is equal to nx. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, r-ന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ r is equal to n-ന് പകരം r-ന് പകരം nx. സോ r equivalent is equal to n into x. So n into x is equal to n square x. So series ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ r equivalent വാല്യൂ n square x. So ഇതിൻ്റെ ആൻസർ ഈസ് n square. ആൻസർ ഈസ് n square x. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.